നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മിഠായികളെല്ലാം ഒരു ബോക്സിലാക്കി നമുക്ക് തരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ആവേശം സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അത് എല്ലാ കാര്യങ്ങളും പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആവേശം. എല്ലാ രീതിയിലും ആക്ടിങ് വൈസ് ആവട്ടെ, BGM, സോങ്സ്, പിന്നെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാ എലമെൻസും അതുപോലെ കോമഡി, ആക്ഷൻ എല്ലാം എന്താ പറയുക, അത് അത്രയും പാക്ഡ് ആയിട്ട് നമ്മളെ ഇമോഷൻസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കോമഡി, അതിൻ്റെ ഇടയ്ക്ക് ആക്ഷൻ, എന്തൊക്കെ വേണം ഒരു മാസ സിനിമയിൽ അതൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു ആവേശം. ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, കുറേ ചിരിച്ചു. നമുക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒരു എന്താ പറയുക, ആ പുള്ളിയുടെ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു നോട്ടം പോലും ചില സീക്വൻസിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയായിരുന്നു. നമ്മളെ എന്താ പറയുക, ആ സിനിമയിലേക്ക് അങ്ങ് ആക്കി കളഞ്ഞു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു കുറച്ചായപ്പോഴത്തേനും. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും കുറച്ച് പേടിയായി. നമുക്ക് എന്താ പറയുക, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തു. അത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ കോമഡി എലമെൻറ്റ്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറി പ്ലോട്ട്, പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താ പറയുക, എല്ലാം ഉള്ള ഒരു പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. എനിക്ക് ഒന്നോടെയും കാണാൻ പോകണമെന്നുണ്ട്. ഞാൻ ഒന്നോടെയും കാണാൻ പോകുന്നൊരു സിനിമയായിരിക്കും ആവേശം. കാരണം എന്തൊക്കെയോ ഇനിയും ഞാൻ മിസ് ചെയ്തോന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എത്രമാത്രം എൻഗേജ്ഡ് ആയിട്ടിരുന്നു എന്ന് പറഞ്ഞാലും പിന്നെയും എന്തൊക്കെയോ മിസ് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും ഇവൻറ്റ്ഫുള്ളായിട്ട്, അത്രയും എലമെൻറ്റ്സ് കൂട്ടി വെച്ച് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറുടെ കാര്യം, ഡയറക്ടർ ജിത്തു മാധവനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ രോമാഞ്ചം കഴിഞ്ഞിട്ട് വന്ന സിനിമയാണ് ആവേശം. അപ്പോൾ രോമാഞ്ചം എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയൊരു സിനിമയാണ്. ഞാൻ OTT പ്ലാറ്റ്ഫോമിലാണ് രോമാഞ്ചം കണ്ടത്. അപ്പോൾ OTT കണ്ട് രോമാഞ്ചം ഒത്തിരി ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. പക്ഷേ എനിക്ക് ആവേശം ഇനി OTTയിൽ വന്നാലും തിയേറ്ററിൽ കാണാത്തവർക്ക് ഇഷ്ടപ്പെടില്ല, തിയേറ്ററിൽ കാണാത്തവർക്ക് ഈ സിനിമ OTTയിൽ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിത് ഫോണിൽ കണ്ടാലും നല്ല പാക്ഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും, പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് മാക്സിമം തിയേറ്ററിൽ കാണാൻ തന്നെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അപ്പോഴാണ് നമ്മൾ BGMൻ്റെയും സുഷിൻ ശ്യാമിൻ്റെയും പാട്ടുകളുടെയൊക്കെ ഒരു കാര്യം പറയേണ്ടത്. വെച്ചാൽ കിടന്നിങ്ങനെ എന്താ പറയുക, ബാസ് വൈബ്രേഷൻ ആ ഒരു സമയത്ത് എന്താ പറയുക, അത് തിയേറ്ററിലിരുന്ന് കണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ നമ്മുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 സ്റ്റുഡൻസ് ബാംഗ്ലൂർ പോകുന്നു. അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നു. അവർ ഫഹദ് ഫാസിൽ, രംഗനെ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ്, അതാണ് സിനിമ ബേസിക്കലി. അത് എന്താ പറയുക, ആ ഇരുന്ന അത്ര സമയം അത്ര എൻ്റർടൈനിങ് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പോയത്. എൻ്റെ ആക്ടേഴ്സ്, ഫഹദ് ഫാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഇങ്ങനെ പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒറ്റ നോട്ടം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കും, ഒറ്റ നോട്ടം കൊണ്ട് നമ്മളെ പേടിപ്പിക്കും, എന്തൊക്കെയാണ് നമ്മളെ വിഷമിപ്പിക്കും, ഇമോഷണലാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ. അത് രംഗൻ അടിപൊളിയായിരുന്നു. ഞാൻ എടുത്തു പറയേണ്ട, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മൾ ആ സിനിമയിൽ അമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്ത സജിൻ ഗോപുവാണ്. അദ്ദേഹം അടിപൊളി രോമാഞ്ചത്തിലുണ്ടായിരുന്ന ആളാണ്. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും സൂപ്പറായിട്ടാണ് പുള്ളി ചെയ്തത്. പുള്ളിയുടെ ആക്ടിങ് ഇതുപോലെ എന്താ പറയുക, നമുക്ക് ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളു തുറന്ന് ചിരിക്കുന്ന കുറേ സീക്വൻസുകൾ പുള്ളിയുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. എനിക്കത് അയാളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഹിപ്സ്റ്റർ ആയാലും ബാക്കി ഉണ്ടായിരുന്നവരെല്ലാവരും ആയാലും നന്നായിട്ട് ആക്ട് ചെയ്തു, നന്നായിട്ട് സ്റ്റോറി പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലായി റോളർ കോസ്റ്ററാണെന്ന് വെച്ചാൽ കുറേ നമ്മളെ ചിരിപ്പിക്കും, കുറേ ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്കല്ല, നമ്മളെ സീറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയത്ത് ശരിക്കും നമ്മൾ പേടിച്ചായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻഷനിലായിരിക്കും ഇരിക്കുക. അത് പിന്നെ വിഷമം എന്ന് പറഞ്ഞാൽ കരയാനുള്ളതല്ല, ഇമോഷണലായിട്ടുള്ള കാര്യമായാലും എല്ലാം ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ള നമ്മളെ എല്ലാ ഇമോഷൻസിൽ കൂടെയും കൊണ്ടുപോയി ഒരു സിനിമ. അതും ഇത്രയും സമയത്തിനുള്ളിൽ പറഞ്ഞ പോലെ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോയി ഒരു സിനിമ. വാച്ചിങ് തിയേറ്ററാണ്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.